ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യയും മിത്രയും കൂടെ അങ്ങനെ രാത്രി അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ആര്യനോട് മിത്ര പറയാം, ടെറസിൻ്റെ മേളിൽ തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്, ഇതുവരെയായിട്ടും എടുത്തില്ല, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അങ്ങനെ ചാടിത്തുള്ളി ഓടിപ്പോയി തുണികളെല്ലാം പറക്കി എടുത്തിട്ട് വരാട്ടോ. മുറ്റത്ത്, ടെറസിൻ്റെ മുകളിലല്ല, മുറ്റത്ത്. അതെല്ലാം എടുത്ത് തിരിച്ചു കയറി വരുമ്പോഴാണ് പടിയിൽ കുപ്പിച്ചിൽ കിടക്കുന്നത്. രാവിലെ ആ കള്ള് കൂടിയതിൻ്റെ പിടിച്ചു പോകാൻ ചെറിഞ്ഞിട്ടേ ആ കുപ്പിച്ചിലാണ് കേട്ടോ. അതിൽ കാല് കൊണ്ടിട്ട് മുറിഞ്ഞ് കുപ്പിച്ചിൽ പൊത്തിരിക്കണം. അങ്ങനെ അവിടെ നിന്നും കൊണ്ട് മിത്ര ഒരേ നിലവിളിയാണ്, ആര്യ ഓടി വാ, എൻ്റെ കാലിൽ ഏതാണ്ട് കൊണ്ട് ഓടി വാന്ന്. അങ്ങനെ ആര്യൻ ഓടി വന്ന് നോക്കുമ്പം നല്ല രക്തവും ഉണ്ട്, കുപ്പിച്ചിലും ഉണ്ട്. അപ്പം പറയാം, നീ പേടിക്കണ്ട, ഞാൻ ഈ കുപ്പിച്ചിൽ വലിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അവസാനം എങ്ങനെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ മിത്ര പറയണത് സാരമില്ലെന്ന്, അതൊന്നും പറ്റില്ല, പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം ആര്യൻ ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് ബൈക്കിൽ കയറാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറയാം. അവസാനം എണീക്കാൻ പറ്റണില്ല കേട്ടോ, നല്ല വേദനയായിട്ട്. ആര്യ എനിക്ക് പറ്റത്തില്ല, ഒരു ടാക്സി എങ്ങാനും പിടിച്ചിട്ട് വാന്ന്. അങ്ങനെ വണ്ടി പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, സ്റ്റിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല, ചെറിയൊരു മുറിവാണ്, അത് ഡ്രസ്സ് ചെയ്ത് വിടാമെന്ന് പറയാം കേട്ടോ. എന്തായാലും ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നല്ല വേദന കൊണ്ട് ആര്യൻ്റെ ആ ഒരു നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കുകയുണ്ടോ ഇവിടെ മിത്ര. എന്തായാലും മിത്രയ്ക്ക് ഈ ഇതൊരു അവസരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ആ ഒരു കെട്ടിപ്പിടുത്തം മാറുന്നില്ല. പെട്ടെന്ന് തന്നെ സിസ്റ്ററോ ആര്യനൊക്കെ പറയുന്നുണ്ട്, ദേ കാര്യം കഴിഞ്ഞിട്ടുണ്ട്, നീ ഒന്നും വിട്ടേന്ന്. കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്? എപ്പോഴേ കഴിഞ്ഞു എന്ന് സിസ്റ്റർ പറയാം കേട്ടോ. ഇനി ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇഞ്ചക്ഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും മിത്ര നല്ല പേടിക്കുകയാണ്. അങ്ങനെ വീണ്ടും ആര്യനെ കെട്ടി ഇറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവിടുന്ന് വീൽ ചെയർ കൊണ്ടുവരട്ടേന്ന് ചോദിക്കുന്നുണ്ട്. നടന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, വീൽ ചെയറൊന്നും വേണ്ട, ഞാൻ ഇവിടെ എടുത്തോളാം എന്ന് പറഞ്ഞ് തൂക്കി എടുത്തുകൊണ്ട് പോവാട്ടോ. അങ്ങനെ ആര്യൻ മിത്രേനെയും തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ട് ചെന്ന് ഇരുത്തിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, നിനക്ക് വയ്യാത്തതല്ലേ, ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ടാണ് നേരെ ആര്യൻ അടുക്കളയ്ക്ക് കയറുന്നത് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ചെന്ന് പാചകം ആയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി മിത്രയ്ക്ക് കൊടുക്കും. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും വലിയ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യുന്നില്ലേ, എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് നീ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയൊന്നും പറയണ്ട, എനിക്കറിയാം എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാണ്, പുറമേ കാണിക്കാൻ വയ്യാത്തതുകൊണ്ടല്ലേ ആര്യനെ എന്നൊക്കെ പറയാം. അങ്ങനെ ദോശ കൊടുക്കുമ്പോൾ ഉടനെ മിത്ര പറയാം, എനിക്ക് ഈ വാരിത്തരാൻ, നിനക്ക് കാലിനല്ലേ സൂക്കേട്, കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ചിലപ്പോൾ കാല് വയ്യാണ്ടിരിക്കുമല്ലേ, അപ്പോൾ പിന്നെ കൈ കൊണ്ടൊക്കെ എടുത്ത് ഇനി കൈക്കും വയ്യാണ്ടായാലേ കാശൊക്കെ ആവൂലേ ആശുപത്രിയിൽ ഒരുപാട് എന്ന് പറയുമ്പോൾ ആര്യം പറയാം, ശരി ഇങ്ങോട്ട് എടുക്കുക, ഞാൻ എടുത്തു തരാമെന്ന് പറയാട്ടോ. അങ്ങനെ ആഹാരമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. രാത്രി ഉറങ്ങുമ്പോഴും ആര്യൻ നല്ല ടെൻഷനാണ്. ഹാളിലല്ലേ കിടക്കുന്നത്, മിത്ര ഒറ്റയ്ക്കുവാണല്ലോ. ഇനി അവൾക്കെങ്ങാനും വയ്യായിക വരുമോ, ഇനി എന്തെങ്കിലും കുഴപ്പമാവോ, ഇനി അവളുടെ അടുത്ത് പോയി കിടക്കണോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ആര്യൻ. ഇവിടെ ദേവമംഗലത്താണെങ്കിൽ അപ്പം തന്നെ രാത്രി ആയപ്പോഴത്തേക്ക് തന്നെ ഉദയഭാനി വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാലനെ വിളിച്ചിട്ട് പറയാണ്, ബാല ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്, നമ്മുടെ മക്കൾ തമ്മിൽ പെണ്ണ് കാണണ്ടേ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് പെണ്ണ് കാണുന്നതിനേക്കാളും നമ്മൾ ആ അമ്പലത്തിൽ വെച്ച് തന്നെ ഇവർ പരസ്പരം കാണട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും സന്തോഷം തന്നെയാണ്. എന്തായാലും ദേവീ ക്ഷേത്രമാണല്ലോ, അനുഗ്രഹം ഉറപ്പായിട്ടും കിട്ടും, നമുക്കും അവിടെ വെച്ചാണല്ലോ ഈ ഒരു ബന്ധം ഉണ്ടായത്, ആ ഒരു ഭാഗ്യം അവർക്കും കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞിട്ട്, ശരി എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഒരു 9:30 നിങ്ങൾ അമ്പലത്തിലേക്ക് വന്നോളൂ, ഞാൻ എൻ്റെ മോളെയും കൂട്ടി അങ്ങോട്ട് വരാം, കുടുംബസമേതം എല്ലാവരും വരണം എന്നൊക്കെ അയാളിങ്ങനെ പറയട്ടോ. ആ സന്തോഷ വാർത്ത എല്ലാവരുമായിട്ട് ബാലൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിനോട് കൂടെ ഒരു ഊന്നും പറയുന്നുണ്ട്, കണ്ടോ ഗോമതി, ഞാൻ ആലോചിച്ച് നടത്തുന്ന വിവാഹമൊക്കെ ഇങ്ങനെ തന്നെ വരും, അല്ലാതെ കണ്ട വഴിയിൽ നിന്നും അവിടെ നിന്നും കണ്ണ് കാണിച്ച് പ്രേമിച്ചൊക്കെ വിളിച്ചുകൊണ്ട് വരണതൊക്കെ കുടുംബക്കാരും കാണില്ല, ആരും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അത് കേട്ടിട്ട് മീനാക്ഷിക്ക് ആകാശത്തിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഗോമതി അത് തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, ബാലേട്ട അങ്ങനെയൊന്നും പറയല്ലേ എന്നെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്താം. എന്തായാലും നമുക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോകണമല്ലോ. അപ്പോഴാണ് ആനന്ദ് വരുന്നത് കേട്ടോ. അപ്പോൾ ആനന്ദ് പതിവ് പോലെ തന്നെ, അച്ഛാ എനിക്കിതിന് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നിൻ്റെ പതിവ് പല്ലവിയൊന്നും ഇവിടെ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നീ വന്നേ പറ്റുള്ളൂ, ഈ വിവാഹം നടക്കും മോനെ, ഞാൻ നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനന്ദ് മനസ്സോടെ അച്ഛൻ്റെ വാക്കിന് വേണ്ടി സമ്മതിക്കണം. പുറത്തിറങ്ങിയെന്ന് മീനാക്ഷിയോട് പതിവ് പോലെ പറഞ്ഞുണ്ട്, മീനാക്ഷി എനിക്കിതിനൊന്നും താല്പര്യമില്ല, നീ ഒന്ന് അച്ഛനോട് പറ. പിന്നെ ആനന്ദേട്ടൻ പറഞ്ഞിട്ട് കേൾക്കാത്തതാണ് ഇനി ഞങ്ങൾ പറഞ്ഞ. അച്ഛൻ വളരെ സന്തോഷത്തിലാണ്, ഒരു വിവാഹം നടന്നു കാണാൻ വേണ്ടി എത്ര കൊതിച്ചതാ, വെറുതെ തടസ്സപ്പെടുത്തല്ലേ ആനന്ദേട്ട, പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, എന്താ കുഴപ്പം, ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ആര്യനുണ്ടായിരിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയട്ടോ. അപ്പോൾ ധർമ്മനും പറയുന്നുണ്ട്, എടാ സമാധാനപ്പെടുക, എന്തായാലും നമുക്കൊന്ന് പോയി കാണാം, അത് കഴിഞ്ഞ് തീരുമാനമൊക്കെ എടുക്കാം എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടോ. അതുപോലെ തന്നെ മിഥുന് രാത്രി നിന്നും കൊണ്ട് കൂട്ടുകാരോട് ആലോചിച്ച് പറയാം, ഇപ്പോൾ കൃഷ്ണമംഗലത്തെ
ലോകിനൊക്കെ ചെറിയ പ്രശ്നമായിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ വിളിക്കണ്ട, കമ്പനിയുടെ പാർട്ട്ണറാക്കണമെന്ന് പറഞ്ഞിരിക്കുവാണല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിലും കൂടെ ആവും. നമ്മൾ പിന്നെ പരിഹരിക്കേണ്ടത് വരും. അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ, എന്നിട്ട് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിച്ചോളും എന്ന് പറയാം. ഈ സമയം തന്നെ അലോക് അച്ഛനോട് പറയാ, അച്ഛാ ഇത്രയും വലിയ ചതിയാണ് വല്യമ്മ നമ്മളോട് കാണിച്ചത്. പക്ഷേ ഇനി ഞാനിത് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് നമുക്കിവിടുന്ന് എത്രയും വേഗം മാറി താമസിക്കുന്നതാണ് നല്ലത്. വല്യമ്മ ചതിച്ച ഇതുപോലെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനടാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് തമിഴ്നാട്ടിലോ അങ്ങോട്ടോ എവിടെയെങ്കിലും മാറി നിന്നിട്ട് നമ്മുടെ പണി തുടങ്ങാം. അതിനുവേണ്ടി എനിക്കൊരു കൂട്ടുകാരൻ ഞാൻ ഉണ്ട്, മിഥുൻ്റെ കാര്യം എടുത്ത് പറയാട്ടോ. അവനെ നമുക്ക് കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ആക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു കാര്യം അവന് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താം എന്നും പറഞ്ഞിട്ട് മിഥുനെ ഫോണിൽ വിളിക്കുക കേട്ടോ. അപ്പോൾ തന്നെ മിഥുന് സന്തോഷമാവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പറയുന്നുണ്ട്, അതെ ഇങ്ങനെ നിൻ്റെ പാർട്ട്ണറാക്കാനുള്ള ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ 2 ദിവസത്തിനകം നമ്മളത് തീരുമാനമാക്കിയിട്ട് നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ എന്നിങ്ങനെ പറയാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.